നേതാവായതുകൊണ്ട് സംഭവിക്കപ്പെട്ട വിപത്ത്, ഒന്ന്, ദൈവത്തോടുള്ള കൂട്ടായ്മ നഷ്ടപ്പെട്ടു. 2, തേജസ് നഷ്ടപ്പെട്ടു. 3, അവർ നഗ്നരായി മാറി. ഈ 3 പ്രതിഭാസം ദൈവത്തിന്റെ വാക്ക് ലംഘിച്ച ഒറ്റ കാരണത്താൽ, അവിശ്വാസം അവരുടെ ഹൃദയത്തിനകത്ത് കയറിയ ഒറ്റ കാരണം കൊണ്ട് സംഭവിക്കപ്പെട്ടിരിക്കുകയാണ്. ദൈവത്തോടുള്ള കൂട്ടായ്മ നഷ്ടപ്പെട്ട, ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെട്ട, ദൈവത്തോടുള്ള സമത്വം നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ മടക്കി പിടിക്കാൻ സ്വർഗത്തിലെ ദൈവം സ്വപുത്രനായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചു. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. തേജസ് നഷ്ടപ്പെട്ട മനുഷ്യനെ, കൂട്ടായ്മ നഷ്ടപ്പെട്ട മനുഷ്യനെ, നഗ്നനായ മനുഷ്യനെ നഗ്നത മാറ്റാൻ, തേജസ് നൽകാൻ, കൂട്ടായ്മ നൽകാൻ സ്വന്തം പുത്രൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ട് ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്ന് തന്നിൽ വിശ്വസിക്കുന്ന സകലരെയും വിശുദ്ധരാക്കി മാറ്റത്തക്ക നിലകളിൽ, നീതിമാനാക്കി മാറ്റത്തക്ക നിലകളിൽ ആ യേശുവിനെ പരസ്യമായി നിർത്തിയിരിക്കുകയാണ്. ഇന്ന് പകൽ വീട്ടിനകത്തോ പുറത്തോ ആ ടിവിയുടെ ശബ്ദം അല്പം കേൾക്കുന്നതിനിടയിൽ ഊളിയിട്ടതുപോലെ ശബ്ദം നിങ്ങളുടെ കണ്ണുകൂടങ്ങളിലേക്ക് ആഞ്ഞടിക്കുമ്പോൾ ഒരു കാര്യം മറക്കരുത്, ദൈവം നിങ്ങളുടെ നഗ്നത മാറ്റാൻ, ദൈവം നിങ്ങളുടെ കൂട്ടായ്മ മാറ്റാൻ, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അവൻ ദൈവമായിട്ടുള്ള ബന്ധത്തിലേക്ക് അടുപ്പിക്കാൻ ഈ പകൽ ജീവന്റെ ഒരു പുതുവഴി ജീവിതത്തിന്റെ മേഖലയിൽ തുറന്നു വെക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് യേശുവിലേക്ക് മടങ്ങി വാ. അതുകൊണ്ട് ബൈബിൾ പറയുന്നു, അല്ലല്ല മാനസം സ്ഥിരപ്പെടാതിരുന്നാൽ അങ്ങനെ തന്നെ നശിച്ചു പോകും. പാരമ്പര്യത്തിനും കഞ്ചാവിനും കരിഞ്ചന്തയ്ക്കും കാബാലികത്വത്തിനും അക്രമങ്ങൾക്കും അനീതികൾക്കും കൊച്ചുവർത്തമാനങ്ങൾക്കും മ്ലേച്ഛതകൾക്കൊക്കെ വഴിപ്പെട്ട് മാനത്തോടിരിക്കേണ്ട മനുഷ്യൻ വിവേകഹീനനായി നശിച്ചു പോകുന്ന മൃഗത്തിനു തുല്യമായി ജീവിതം നയിച്ച് 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 നശിപ്പിക്കാൻ വേണ്ടിയല്ല ദൈവം വിളിച്ചിരിക്കുന്നത്. മറിച്ച് ഈ പാപത്തിന്റെ ലയനം നിറഞ്ഞ ലോകത്തിൽ പാപത്തെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായൊരു സ്വാതന്ത്ര്യം പ്രാപിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ മുന്നോട്ട് വളരത്തക്ക നിലകളിൽ യേശു ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി ഒരു ജീവന്റെ വഴി തുറന്നു വച്ചിരിക്കുന്നു. ആ വഴി കണ്ടെത്താൻ ഈ പകൽ നിങ്ങൾക്കൊരു ആഹ്വാനം ദൈവം നൽകുകയാണ്. അതുകൊണ്ട് ബൈബിൾ പറഞ്ഞു, ഒരുവന് അവന്റെ വഴി ചൊവ്വായി തോന്നും, പക്ഷേ അതിന്റെ അവസാനമോ മരണവഴികളത്രേ. ഇന്ന് കാശിന്റെ ബലത്തിൽ, കാറിന്റെ പകിട്ടിൽ, ലഭിച്ച വിദ്യാഭ്യാസത്തിന്റെ മഹിമയിൽ, ജീവിതത്തിൽ അവൻ പാരമ്പര്യമായി കൈമാറി വന്ന വസ്തുവിന്റെ നേട്ടത്തിൽ, അവൻ ജീവിതത്തിലെ ആരോഗ്യത്തിന്റെ ഭംഗിയിൽ ഒക്കെ ജീവിതം